നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ കഴിഞ്ഞോടാ എന്റെ തമിഴ്നാട് ഉടായിപ്പൊക്കെ? ഇല്ലടി, തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയിലായിരുന്നു തോന്നുന്നു. ഇന്ന് നീ നന്നായിട്ട് പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാവടി ദേവിക. അതെന്താടാ, ഇന്ന് നീ ചാവാൻ പോവാണോ? ഇന്ന് ഡോക്ടർ നിരഞ്ജന് കോടതിയിൽ കീഴടങ്ങാൻ കോടതി കൊടുത്ത സമയപരിധി തീരുവല്ലേ. പോലീസിന്റെ പിടിയിൽപ്പെടാതെ നിരഞ്ജൻ കീഴടങ്ങണം. ഇല്ലെങ്കിലേ ഹർജി തള്ളിപ്പോവും. പിന്നീട് ഒരു ചാൻസ് കിട്ടത്തില്ല. ജാമ്യവും സ്വാഹ. അത് വേണ്ടതുപോലെ അദ്ദേഹം ചെയ്തോളൂ. അതോർത്ത് നിന്റെ തല കായണ്ട. നോക്കാടാ. അല്ല, തമിഴ്നാട്ടിലെ നിന്റെ കാറ്റാടിപ്പാടത്ത് കാറ്റൊക്കെ നന്നായിട്ട് വീശുന്നുണ്ടല്ലോ അല്ലേ? തമിഴ്നാട്ടിൽ മാത്രമല്ലടി, ഇവിടെയും കാറ്റ് ശരത്തിന് അനുകൂലമായി തന്നെ വീശുന്നത്. ഓ, ശരത്താണ് ഇവിടെയും കിങ്. അത് പിന്നെ ഈ കുതിരയില്ലാത്ത നാട്ടില് കഴുതയാണ് രാജാവ് എന്നാണല്ലോ. ഒരു ശരത്ത് മോനും മോന്റെ കുറെ ആരാധകർ. അയ്യോ, ശരത്തേട്ട് വന്നായിരുന്നോ? വന്നോണ്ടല്ലേ നെത്തിക്കുട്ടി ഇങ്ങനെ പച്ചമരം പോലെ മുന്നിൽ നിൽക്കുന്നത്. വന്നിട്ട് ഒരുപാട് നേരമായോ? ഏയ്, വന്നു കയറിയപ്പോ ഈ വിഗ്രഹം മുന്നിൽ ഒന്ന് തൊഴുതു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ശരത്തേണ്ണ അറിയത്തില്ലേ? അറിയാവേ, അതും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. എത്ര പ്രാർത്ഥിച്ചാൽ എന്താ, സ്വർഗത്തിൽ ഇന്നേ ഹർത്താല. ദൈവത്തിന്റെ കട തുറക്കത്തില്ല. മൊത്തത്തിൽ പ്രശ്നമാതേ. ഓഹോ, ആണോ? പൊന്നു മോനെ, ഓളം നിന്നിട്ട് കടലിൽ ഇറങ്ങാം എന്ന് കരുതുന്നവരല്ല ഞങ്ങൾ ആരും. അതുകൊണ്ട് പേടിയില്ല. നീ പോയി നിന്റെ നെത്തിക്കുട്ടിയോട് കാറ്റാടിപ്പാടത്തെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. ശരത്തിട്ട് വാ. ശരി ശരി. നിനക്ക് വേണോ? പിന്നെ വേണ്ടേ? രണ്ടുപേരും ആക്രമണം തുടങ്ങി. നിനക്ക് വേണോടാ? അയ്യോ വേണ്ടായേ. അതെ, കേട്ടോടാ മനോഹര. എന്നാ ഇരുപ്പ ചിറ്റപ്പൻ പറഞ്ഞു. ഇന്ന് ഏത് രാജ്യത്തെ കഥയാ പറയാൻ പോകുന്നത്? കഥയല്ലടാ, സത്യവാ. ഈ സമയത്ത് ഞാൻ ധനുഷ്കോടിയിലായിരുന്നെങ്കിൽ ഇവിടെ കുറെ കുത്തിത്തിരിപ്പ് പറഞ്ഞു കിട്ടിയാനേ. രാവിലെ എന്റെ വായിന്ന് കേക്കരുത്. സൂര്യ നമസ്കാരവും കടലിലെ സ്നാനവും പിന്നെ അവിടത്തെ മീൻ പൊരിച്ചതും. അയ്യോ, അങ്ങനെ എന്തെല്ലാം എന്നെ മിസ് ചെയ്യുന്നു. സൂര്യ നമസ്കാരവും മീൻ പൊരിച്ചതും ഒന്നും അങ്ങോട്ട് മാച്ചാവുന്നില്ലല്ലോ സീറ്റപ്പാ. അത് പറഞ്ഞു വന്നപ്പോ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതാ. ധനുഷ്കോടിയിൽ മൊത്തം മീൻ കടകളല്ലയോ, ലൈവായിട്ട് മീൻ പൊരിച്ചിരുന്ന കടകള്. ഓർമ്മയില് ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു പോയതാ. മൊത്തത്തിൽ ഓളം ആണല്ലോ ചിറ്റപ്പൻ. എന്റെ ചിറ്റപ്പൻ പറയാമെന്ന് പറ. പറയാൻ വന്നത് ഇവിടുത്തെ സുധിയുടെ കാര്യമാണ്. ഓഹോ, സുധിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഹാജരായല്ലോ. പിന്നെ സുധിമോന്റെ കാര്യം പറയുമ്പം ഏതെങ്കിലും ഏലിക്കുട്ടി വന്ന് നിൽക്കണോ? പറഞ്ഞോ കാര്യം പറയട്ടെ മനോഹര. സുധിമോന്റെ ചിതാഭസ്മം കടലിൽ ഒഴുക്കുന്ന കാര്യമാണ്. ഏത് കടലില്? ചാവ് കടലില്. നീ ആരടി ചോദിക്കാൻ? സുധിമോന്റെ ചിതാഭസ്മം ഒഴുക്കുന്നത് ചാവുകടലാണോ ചെങ്കടലാണോ എന്ന് അറിയേണ്ടത് ദേവികമോള് തന്നെയാ. രാമേശ്വരത്ത് ഒഴുക്കുന്ന കാര്യമാ പറഞ്ഞത്. എന്നാ എനിക്ക് ഒരാളെ ചിതാഭസ്മം ഒഴുക്കാനുണ്ട് അച്ഛാ. ആഹാ, ശരത്മാൻ വന്നായിരുന്നോ? എന്തൊക്കെയുണ്ട് ശരത്മാനെ മറ്റേ ആ കമ്മട്ടിപ്പാടത്ത് അല്ല കാറ്റാടിപ്പാടത്തെ വിശേഷങ്ങള്? ഓ, വിശേഷമൊക്കെ അച്ഛന്റെ മരുമോളോട് പറഞ്ഞിട്ടുണ്ട്.
ആ ഞാൻ പറഞ്ഞു വന്നത് ഒഴുക്കാനുള്ള ചിതാഭസ്മ കലശമെല്ലാം എന്റെ കയ്യിൽ തന്നു വിട്ടാ മതി. ഞാൻ രാമേശ്വരത്ത് പോകുമ്പോ ഒഴുക്കിയിട്ട് വരാം. കുറച്ച് ചെലവ് വരും. സുതിമോന്റെ ചിതാഭസ്മം എന്തായാലും കൊണ്ടുപോകണ്ട. എന്തിനാ ഏറ്റപ്പാ, വല്ല ബാറിലും വെച്ച് മറക്കാനല്ലേ? ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു പോയി മോന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തോളാം. അതിനു മുമ്പ് ദേവികമ്മയുടെ കാര്യത്തില് ചില നല്ല തീരുമാനങ്ങൾ എടുക്കണം. ഓ അല്ല, രണ്ടാം കെട്ടും ആയിരിക്കും. അതെ, അതേതായാലും നല്ലതാ. ഏട്ടന്റെ ചാരം കടലിലൊഴുക്കുമ്പോ മറ്റൊരുത്തന്റെ ജീവിതത്തിൽ കട്ടപ്പുക നിറയുന്നു. നിത്യമോള് സ്വന്തം ജീവിതത്തിൽ പുക നിറയാതെ സൂക്ഷിച്ചാ മതി. ആ കണ്ടോ കണ്ടോ, അവൾ ആ കൊച്ചിനെ പ്രാകുന്ന കണ്ടോ? രാഗിയൊന്നും അല്ല കൊച്ചമ്മേ, പിന്നെ ചവിട്ടിയെ കടിക്കാത്ത പാമ്പുണ്ടാകത്തില്ല. അച്ഛ, ഇനി ഹൽദിക്ക് 7-8 ദിവസം കൂടിയേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാം. ഒരുപാട് ആഡംബരമാക്കി അച്ഛനെ ബുദ്ധിമുട്ടിക്കണമെന്നൊന്നും എനിക്കില്ല. അതിന് നിത്യക്കുട്ടി നിർബന്ധം പിടിച്ചാലും ഞാൻ സമ്മതിക്കത്തില്ല. ആ എന്നാലും ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും. അത് വേണം. ആ എനിക്ക് പിന്നെ ആരെയും വിളിക്കാനില്ലല്ലോ, ഞാൻ അനാഥനല്ലേ. ശോകം. മോനെ, ആ ചെക്കനെ വിളിക്കണ്ടേ? ആ ഉമ്മറിനെ. ഉമ്മറല്ല മുത്തശ്ശി, സമറ്. ആ അച്ഛനും സമറിനെ വിളിക്കുന്നുണ്ട്. മനോഹരന് അത്രയ്ക്ക് വകതിരിവൊക്കെ ഉണ്ടായോ? പിന്നെ സമറിന്റെ കാര്യം പ്രത്യേകം എന്റെ മനസ്സിലുണ്ട്. എന്റെയും. അല്ല ശരത് മോനെ, ഹൽദി പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് ആരെങ്കിലും വരത്തില്ലേ? വരും. തമിഴ്നാട്ടിൽ നിന്ന് ഒരാള് വരും ഉടനെ തന്നെ. ആ